മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ഈ വർഷത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ പ്രാബല്യത്തിൽ വരും. ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചതിനാൽ 9 മുൻപ് തീരം വിട്ടുപോകാത്ത അന്യസംസ്ഥാന ബോട്ടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കണ്ണൂർ ജില്ലയിൽ 157 ട്രോളറുകളാണ് നിലവിലുള്ളത്. മത്സ്യബന്ധന ബോട്ടുകൾ ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്താൻ പാടില്ല. എന്നാൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട യാനങ്ങൾക്ക് ട്രോളിംഗ് ഒഴികെയുള്ള മത്സ്യബന്ധന രീതികൾ അനുവർത്തിക്കാം. ട്രോളിംഗ് കണക്കിലെടുത്ത് അന്യസംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുമ്പായി തീരം വിട്ടുപോകണം. അല്ലാത്തപക്ഷം യാന ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ജൂൺ 9 വൈകുന്നേരമോടെ എല്ലാ ട്രോളിംഗ് ബോട്ടുകളും കടലിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും ഉറപ്പാക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധന സമയത്ത് സംസ്ഥാനത്തിന്റെ ടെറിട്ടോറിയൽ ഏരിയയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കാൻ തലായി, അഴീക്കൽ തുറമുഖങ്ങളിൽ 2 ബോട്ടുകൾ വാടകയ്ക്കെടുക്കാനുള്ള നടപടികൾ തുടങ്ങി. മാപ്പിള ബേ ഹാർബറിൽ ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങളുള്ള മറൈൻ FRP റെസ്ക്യൂ യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നു. കടൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് നിലവിലെ ലൈഫ് ഗാർഡുമാർക്ക് പുറമെ 4 പേരെ പുതുതായി തിരഞ്ഞെടുക്കും. അവശ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി പരിശീലനം ലഭിച്ച 9 സീ റെസ്ക്യൂ ഗാർഡുമാർ മാട്ടൂൽ, പുതിയങ്ങാടി ഫിഷ് ലാൻഡിംഗ് കേന്ദ്രം, പാലക്കോട് ഫിഷ് ലാൻഡിംഗ് കേന്ദ്രം, തലായി, അഴീക്കൽ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ QR കോഡ് ബന്ധിപ്പിച്ച ആധാർ കാർഡ്, ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ എന്നിവ നിർബന്ധമായും കയ്യിൽ കരുതണം. നിരോധനം മൂലം തൊഴിൽരഹിതരാകുന്ന യന്ത്രവൽകൃത ബോട്ടുകളിലെ തൊഴിലാളികൾക്കും ഹാർബറിലെ അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് ഷെഡുകളിലെ പീലിംഗ് തൊഴിലാളികൾക്കും ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ 52 ദിവസത്തേക്ക് സൗജന്യ റേഷൻ അനുവദിക്കാൻ നടപടി സ്വീകരിക്കും. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.